ഒരു വലിയ സൗഭാഗ്യം കിട്ടിയാണ്. A person writes a letter to 4 of his friends. He asks each of them to copy the letter and mail to 4 different persons with the instruction that they move the chain similarly. Assuming that the chain is broken and that it costs rupee 50 paise to mail one letter. Find the amount spent on the postage when 8th set of letter is mailed. The number of letters in the first set 4. Number of letters in the second set. ഓരോരുത്തരും 4 വീതം അയക്കും. അപ്പൊ എത്ര ആകും? 4 square 16. അടുത്തതോ? അടുത്ത 4 പേരും വീണ്ടും 4 എണ്ണം വെച്ച് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ തേർഡ് സെറ്റ് ആരാ? 4 cube 64. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ 8 ലെറ്റേഴ്സ് 4 4 square 4 cube 4 raised to 4 etc. up to 8 terms. This is a GP with first term 4 and R equal to 4. സമ്മ് കാണുന്ന ഫോർമുല ഉണ്ടോ? ടോട്ടൽ കോസ്റ്റ് ഒരെണ്ണം അയക്കുന്നതിന് 50 പൈസ. അപ്പൊ 50/100 റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത്. A manufacturer reckons that the value of a machine which costing him rupees 15,625 will depreciate each year by 2%. Find the estimated value at the end of given 5 years. ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ വില കുറയുകയാണ്. അപ്പം നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്തായിരുന്നു? A equal to P into 1 plus R by 100 whole raised to N. ഈ ഫോർമുലയിൽ നടുക്ക് മൈനസ് ആക്കണം. raised to 1, raised to 2 etc. This is a GP with A. This B ആരാ? അല്ല, സെക്കൻഡ് ടൈം ഇത്. അപ്പൊ R എത്ര? 4/5. അപ്പൊ എൻഡ് ഓഫ് ദ 5 ഇയർ എന്ന് വെച്ചാൽ ആരാ? A5 ആരാ? A R raised to 4 ഉണ്ടോ? ഇത് A R raised to 4 ചെയ്തെടുക്കുമ്പോ ഇത് കിട്ടും ആൻസർ. അടുത്തത് 150 workers were engaged to finish a job in a certain number of days. 4 workers dropped out on second day, 4 more workers dropped out on third day, and so on. It took 8 more days to finish the work. Find the number of days in which the work was completed. Let the work be completed in n days by 150 workers. Number of days required for one man to complete the whole work 150 n. Number of workers in each day ആദ്യം 150 ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. 4 പേര് വീതം കൊഴിഞ്ഞുകൊണ്ടിരുന്നു, ഡ്രോപ്പ് ചെയ്ത്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് n ഡേയ്സ് എന്നുള്ളത് എത്ര വേണം? n plus 8 ഡേയ്സ് ആയി. 8 more days. Total number of workers worked in n plus 8th days. ഉണ്ടോ? This is an AP with first term this and common difference D എത്ര? 4. നമ്മുടെ ഫോർമുല ഉണ്ടല്ലോ, n/2 into സമ്മ് കാണുന്ന ഫോർമുല 2a plus n minus 1 into D. ഇവിടെ n-ന്റെ സ്ഥാനത്ത് n plus 8. n plus 8 ദിവസം വേണമല്ലോ. n plus 8 അതിനകത്ത് ഇട്ട് കൊടുത്ത് നിങ്ങൾ ചെയ്തപ്പം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇതൊരു ക്വാഡ്രാറ്റിക്. ഇത് ഈ രീതിയിൽ കണ്ടുപിടിച്ചു. 150 ഡേയ്സ് n ആളുകള് നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഫോർ വൺ മാൻ ടു കംപ്ലീറ്റ് ദ ഹോൾ വർക്ക് എത്ര? 150 into n. അത് തന്നെയല്ലേ ഇതും. ആ ജോലി തീരണമെങ്കിൽ 150 n ഡേയ്സ് വേണം. ഇത് ഇക്വേറ്റ് ചെയ്ത് അതൊരു ക്വാഡ്രാറ്റിക് n ആക്കി പിന്നെ അത് സോൾവ് ചെയ്തെടുക്കണം. If f is a function satisfying f of x plus y equal to f of x into f of y dot f of y എന്നാ കേട്ടോ. ഡോട്ട് എന്നാണെന്ന് വെച്ചാൽ മീനിങ് ഇൻറ്റു എന്നാണ്. f of 1 തന്നിട്ടുണ്ട്. സിഗ്മ x 1 minus n f of x 120. Find the value. f of 1 3.
എഫ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ഇതാണ്. എഫ് ഓഫ് 2 എന്ന് വെച്ചാൽ ആരാ? എഫ് ഓഫ് 1 പ്ലസ് 1 എന്ന് വെച്ചാൽ ഈ ഫോർമുല ഉപയോഗിച്ച് ഇങ്ങനെ എഴുതരുത്. അപ്പൊ എഫ് ഓഫ് 2 എത്ര? 3 × 3 n എന്ന് കിട്ടി. എഫ് ഓഫ് 3 എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2 പ്ലസ് 1 എഫ് ഓഫ് 2.1 കണ്ടോ. ഇനി സിഗ്മ എക്സ് എത്ര തന്നിരിക്കുന്നത്? 1 മൈനസ് n. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എത്ര? 120. 3, 9, 27 എക്സെട്ര എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് എക്സെട്ര എഫ് ഓഫ് n ആണ് 120 എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് 1ന്റെ വാല്യൂ അങ്ങനെ ഇട്ട് കൊടുത്തു. ഇതൊരു ജി പി അല്ലേ? ജി പി വിത്ത് എ 3 ആൻഡ് ആർ 3 എന്നെ ഈ ഫോമുലയ്ക്ക് അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സോൾവ് ചെയ്യുന്നു. 2 ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബേസസ് ആർ ഈക്വൽ, പവേഴ്സ് ആർ ഈക്വൽ. അടുത്തത് സം ഓഫ് സം terms of a GP is 315 whose first term and the common ratio are 5 and 2 respectively. Find the last term and number of terms. SN എത്ര? 315, A5, R2. ഫോമുലക്കകത്ത് എല്ലാവരെയും ഇട്ട് അപ്പുറത്ത് പോയി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2ന്റെ പവറിലേക്ക് കൊണ്ടുവന്നു 1 അപ്പുറത്ത് പോകുമ്പോൾ ഇത് 64 ആകും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനാ. ഫസ്റ്റ് ടേം ഓഫ് എ ജി പി 1 ആൻഡ് സം ഓഫ് തേർഡ് ആൻഡ് ഫിഫ്ത് ടേം ഈസ് 90. ഫൈൻഡ് ദ കോമൺ റേഷ്യോ ഓഫ് ദ ജി പി. രണ്ടുപേരുടെ സം എ ആർ സ്ക്വയർ പ്ലസ് എ ആർ റൈസ് ടു 4 എത്ര? 90. അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇത് ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ആർ സ്ക്വയറിന് വരെ എക്സ് എന്നിട്ട് അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇൻ എക്സ് ആക്കി എക്സ് സോൾവ് ചെയ്തു. എക്സ് എന്ന് പറയുന്നത് ആരാ? ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ നെഗറ്റീവ് വാല്യൂ വരാത്തത് കൊണ്ട് ഇത് റിജക്ട് ചെയ്ത്. അപ്പൊ എക്സ് 9, ആർ സ്ക്വയർ 9, ആർ എത്ര? പ്ലസ് ഓർ മൈനസ് 9. സം ഓഫ് 3 ടേംസ് ഇൻ ജി പി ആർ 56. ഇഫ് ഈ സബ്സ്ട്രാക്ട്, വെരി ഇമ്പോർട്ടന്റ്, if we subtract 1, 7, 21 from these numbers in that order, we obtain an arithmetic progression. Find the numbers. ഇത് കണ്ടോ, ഇതൊരു ജി പിയിലാണ്. ഇവരിൽ നിന്നല്ല ഈ നമ്പറുകൾ മൈനസ് ചെയ്തപ്പോൾ അത് എ പിയിലായി. 3 ടേംസ് എ പിയിലാണെങ്കിൽ 2b ഈക്വൽ ടു a പ്ലസ് സി ഉണ്ടല്ലോ. ഈ 2 ടേമിൽ നിന്ന് എ കോമൺ എടുത്ത് ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്ത് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി. ഇനി എന്താ ചെയ്തത്? എ കോമൺ എടുത്തപ്പോ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. പിന്നെ സം ഓഫ് ദ 3 ടേംസ് 56 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്ത് അപ്പൊ എ പോയി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇൻ ആറായി. ഇനി സമ്മും പ്രോഡക്റ്റും എടുത്ത് പ്രോഡക്റ്റ് 4, സം എത്ര? -5. അപ്പൊ -4, -1. അപ്പൊ -5ഉം ഉണ്ടോ. അപ്പൊ 6 സോൾവ് ചെയ്ത് കേസ് 1 എ കാണുന്ന ഫോമുല എ അവിടുന്ന് എടുത്തതാ. അത് ഇട്ട് കൊടുത്തു. A8 കിട്ടിയപ്പം അതിനകത്തുനിന്ന് AR എന്ന് പറയുന്നത് എത്ര? 8 × 2 16. AR സ്ക്വയർ ഇത്രയും. 6 നേരത്തെ നമ്മൾ സോൾവ് ചെയ്തില്ലേ? 6 2 ആകുമ്പോൾ കണ്ടോ ടേംസ്. ഇനി 6 1/2 ആവും. അതും ഇതുപോലെ എടുത്ത് സോൾവ് ചെയ്യുക. ഇനി അടുത്തത് എന്താ? ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 200 and 400 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 7. 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. ആദ്യം 7 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സിനെ കണ്ടുപിടിച്ചു. പണ്ട് നമ്മൾ 10 പഠിച്ചതല്ലേ. അപ്പൊ ആദ്യത്തെ എന്താ ചെയ്യേണ്ടത്? 200നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് 200ന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ അതേ ഇത് കിട്ടിയത്. ലാസ്റ്റ് ടൈം കാണാൻ 400നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കണ്ടോ? എന്നിട്ട് റിമൈൻഡർ മൈനസ് ചെയ്ത് കൊടുക്കണം 400ൽ നിന്ന്. അപ്പോൾ ആ ലാസ്റ്റ് ടൈം കിട്ടിയത് 7 ആണ് കോമൺ ഡിഫറൻസ്. ഉണ്ടോ? a+n-1 × ഡിക്ക് അകത്ത് ഇട്ട് കൊടുത്തു. ഇനി അത് ഇട്ടില്ലേലും കുഴപ്പമില്ല. ഞാൻ നമ്പർ ഓഫ് ടേംസ് കാണാൻ ഫോമുല തന്നിട്ടില്ലേ? an-a1/d + 1. ഇതിനകത്ത് ഇട്ടാൽ ഈ n തന്നെ കിട്ടും. സം കാണാൻ n/2 × a + an എന്ന് പറയുന്ന ഫോമുലയ്ക്ക് അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ശരിയല്ലേ, ഞാനോർത്ത് ഇന്നത്തത് കൊണ്ടൊക്കെ തീർക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒന്നും തിരിയല. ഇനിയും 2 ക്ലാസ് എടുക്കുമായിരിക്കും.
Find the sum of integers from 1 to 100 that divisible by 2 or 5. A2 first AP തന്നിട്ടുണ്ട്. ഡിവിസിബിൾ ബൈ 2 and 5. അപ്പൊ 2 കൊണ്ട് ഡിവിസിബിൾ ആയത് ഇവര്. അതിനകത്ത് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു. ഈ നമ്പർ ഓഫ് ടേംസ് കാണാൻ n ഈക്വൽ ടു an മൈനസ് a1 ബൈ d പ്ലസ് 1. ഇത് ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം, d എത്ര 2. അങ്ങനെ ചെയ്താൽ ഈ സെയിം ആൻസർ കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നില്ല. സം ഓഫ് 50 ടേംസ് കണ്ടുപിടിച്ചു. ഇനിയും 5 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സ് എടുത്തു. അവിടെ ഒരു n കണ്ടുപിടിച്ചു. അങ്ങനത്തെ 10 ടേമുകളുടെ സം കണ്ടുപിടിച്ചു. ഈ രണ്ട് ഗ്രൂപ്പിന്റെയും കൂടെ സം കണ്ടുപിടിച്ചു. ഉണ്ടോ? അടുത്തത് AGP consists of an even number of terms if the sum of all the terms is 5 times the sum of terms occupying odd places, then find the common ratio. Number of terms 2n. ഫസ്റ്റ് ടേം എ, കോമൺ റേഷ്യോ 6, സം ഓഫ് 2n ടേംസ് കണ്ടുപിടിച്ചു. ഓഡ് ടേംസ് 1, 3, 5 അപ് ടു n ടേംസ് അല്ലേ ഓഡ് ടേംസ് വരുന്നത്. ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ r², സം ഓഫ് ടേംസ് ഇതിനകത്തിട്ട് കണ്ടുപിടിച്ചു. സം ഓഫ് ഓൾ ടേംസ് ഈക്വൽ ടു 5 ഇൻറ്റു സം ഓഫ് ഓഡ് ടേംസ്. ഉണ്ടോ? ഇനി എ കട്ടായിക്ക് പോയി. ഈ ന്യൂമറേറ്റർ കംപ്ലീറ്റ് കട്ടായി. ഒരു r-1 കട്ടാക്കി പോയി. r² - 1നെ r+1 ഇൻറ്റു r-1 എന്ന് എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ AP 56, സം ഓഫ് ലാസ്റ്റ് 4 ടേംസ് 112. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. ഇഫ് ഇറ്റ്സ് ഫസ്റ്റ് ടേം ഈസ് 11, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ്. ഉണ്ടോ? അതിനകത്തത് ഡി സോൾവ് ചെയ്തു. ലാസ്റ്റ് 4 ടേം എന്ന് വെച്ചാൽ ഇതാണ് ലാസ്റ്റ് ടേം. പിന്നെ n-1, n-2th ടേം, n-3th ടേം എല്ലാത്തിന്റെ ഫോർമുല ഇട്ട് കൊടുത്തു. a + n-1 ഇൻറ്റു d. ഇവിടെ ആകുമ്പോ n-2, ഇവിടെ ആകുമ്പോ n-3, ഇവിടെ n-4 ആകും. 4a ആഡ് ചെയ്ത് d കോമൺ എടുത്ത് കട്ട് ചെയ്ത് എയുടെ വാല്യൂ നമ്മള് ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എ കിട്ടിയായിരുന്നോ നേരത്തെ? ഫസ്റ്റ് ടേം എ. ഫസ്റ്റ് ടൈം A11 തന്നിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. A ഈക്വൽ ടു 11 ആണ്. അത് ഇട്ട് കൊടുത്ത് അതിനകത്തുനിന്ന് n സോൾവ് ചെയ്തെടുത്ത്. കണ്ടോ? ഇനി നോക്കിക്കേ, ഞാൻ ഇതിനു മുമ്പ് ഒരു കണക്കിൽ വന്നു കമ്പോണന്റോ ഡിവിഡന്റോ C and D ഫോർമുല, 2 ഫ്രാക്ഷൻസ് ഈക്വല്. അങ്ങനെ ആകുമ്പം ഇത് രണ്ടും കൂടെ മേളിൽ ആഡ് ചെയ്ത് എഴുതണം. പിന്നെ അടിയിൽ A-B, ഇവിടെ C-D വരും. ഈ റേഷ്യോ ഇതിനെയാണ് കമ്പോണന്റോ ഡിവിഡന്റോ എന്ന് പറയും. C and D ഫോർമുല. ഈ തന്നിരിക്കുന്ന ആദ്യത്തെ 2 എടുത്ത് C and D അപ്ലൈ ചെയ്ത് ഇതും കൂടെ പ്ലസ് ചെയ്ത് മേളിൽ എഴുതി. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് താഴെ എഴുതി. റൈറ്റിലും അത് തന്നെ മൈനസ് വെച്ച് ബ്രാക്കറ്റ് തുറക്കുമ്പോൾ 2 പേരുടെയും സൈൻ മാറും. കട്ട് ചെയ്യാനുള്ള എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ എത്തി. ഇതുങ്ങളും പോകും. 2കളെയും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒരു റിസൾട്ടിൽ വന്നെത്തി. A/B ഈക്വൽ ടു B/C. റെസിപ്രോക്കൽ എടുത്ത് ഇതിന്റെ എന്തെടുത്ത് റെസിപ്രോക്കൽ തിരിച്ചെഴുതി. കണ്ടോ? അപ്പൊ ക്രോസ് ചെയ്തപ്പോ B² ഈക്വൽ ടു AC. അല്ലേലും കിട്ടും. ഇവിടെ വെച്ച് റെസിപ്രോക്കൽ എടുത്തില്ലേലും B² AC ആക്കാം. അടുത്ത 2ഉം 3ഉം എടുത്തിട്ട് വീണ്ടും ഇതുപോലെ അപ്ലൈ ചെയ്ത് അപ്പൊ ക്രോസ് ചെയ്യുമ്പം റെസിപ്രോക്കൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ ക്രോസ് ചെയ്താ പോരെ. B² ഈക്വൽ ടു AC. ഇവിടെ ക്രോസ് ചെയ്യുമ്പം C² ഈക്വൽ ടു BD. ഇക്വേഷൻ 1ഉം 2ഉം ഉപയോഗിച്ചാൽ ഇവിടെ റെസിപ്രോക്കൽ എടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഡേ ഇങ്ങനെ വരുത്തുന്നുണ്ട്. എടുത്തു റെസിപ്രോക്കല്. B/A ഈക്വൽ ടു C/B. അപ്പൊ ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോ എങ്ങനെയാ വരുന്നത്? C/B ഈക്വൽ ടു D/C. ഇവിടെ ഇത് റെസിപ്രോക്കൽ എടുത്തതാ കേട്ടോ. ഇവിടെ റെസിപ്രോക്കൽ തിരിച്ചിട്ടു. ഇവിടെയും റെസിപ്രോക്കൽ എടുത്ത് ഇത് എഴുതാൻ പറഞ്ഞു. നോക്കിക്കേ, സെക്കൻഡ് ബൈ ഫസ്റ്റ്, തേർഡ് ബൈ സെക്കൻഡ്, ഫോർത്ത് ബൈ തേർഡ്. കണ്ടോ? അങ്ങനെ വന്നപ്പം അതൊരു GPയിലായി.
അപ്പൊ അത്രയും ചെയ്ത് പഠിക്കുക. അപ്പൊ സാറ്റർഡേയിലെ എക്സാമിന് ഇവിടം വരെയാ ഉള്ള ഈ ആഴ്ചത്തെ ടോപ്പിക്ക്. പഴയ പോർഷൻസ് റിവൈസ് ചെയ്യുന്ന നിങ്ങളുടെ ജോലി. അത് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ അങ്ങനെ അടങ്ങിയിരുന്ന് പഠിക്കുന്നവര് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും എന്നാണ് എന്റെ അഭിപ്രായം. ഇതുമൊക്കെ പോയി കഴിഞ്ഞ് പ്ലസ് ടുവും കഴിഞ്ഞ് ഡിഗ്രിക്കും എഞ്ചിനീയറിങ്ങിനും മാത്സുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾക്കെല്ലാം പോകുമ്പോഴാണ് ഇതിന്റെയൊക്കെ വാല്യൂ മനസ്സിലാവുന്നത്. മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ഒക്കെ വായിച്ച് മനസ്സിലാക്കി ചെയ്ത് പഠിച്ചേക്കുക. ഇതൊക്കെ ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ സ്കൂൾ പ്ലസ് വണ്ണിന്റെ കേരള സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് വലിയ ഇമ്പോർട്ടൻസിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ചോദിക്കത്തില്ലെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതായിരുന്നു. മനസ്സിലായോ? ഇവിടെ മുതലല്ലേ ഇന്ന്? ഇവിടെ മുതല് നമ്മള് ഇവിടം വരെ. ഓക്കെ.